പ്രിയ വിദ്യാർത്ഥികളെ, രണ്ടാം വർഷ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. +2 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ രണ്ടാം വർഷ സിലബസിൽ നിങ്ങൾക്ക് ആദ്യത്തെ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് റിവ്യൂ ഓഫ് C++ എന്നുള്ളതാണ്. പേരിൽ തന്നെ കാണാൻ പറ്റും റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. എന്തിനെയാണ് നമ്മൾ റിവൈസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒന്നാം വർഷം ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിൽ CPP ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ച കുറച്ച് ചാപ്റ്റേഴ്സ്, നാലാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു C++, അഞ്ചാമത്തെ ചാപ്റ്റർ ഡാറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്, ആറാമത്തെ ചാപ്റ്റർ ഇൻട്രൊഡക്ഷൻ ടു പ്രോഗ്രാമിംഗ്, അടുത്ത ചാപ്റ്റർ ഏഴാമത്തെ ചാപ്റ്റർ വരുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇങ്ങനെ 4 ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു CPP. ആ ചാപ്റ്റർ ഒന്ന് റിവൈസ് ചെയ്യുകയാണ് ഈ ചാപ്റ്ററിലൂടെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ പുതിയ 2 കോൺസെപ്റ്റ്, നെസ്റ്റഡ് ലൂപ്പ് പ്ലസ് ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. റിവൈസ് ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്ത 2 ചാപ്റ്ററും CPP ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. അറേസ് എന്ന് പറയുന്ന പുതിയ കൺസെപ്റ്റ്, പിന്നെ ഫങ്ഷൻസ് 3rd ചാപ്റ്റർ. ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ നമ്മൾ ആദ്യം ഒന്നാം വർഷം പഠിച്ച കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ഒന്നുകൂടെ ബേസ് ഒന്ന് ഉറപ്പിക്കേണ്ടതുണ്ട്. അത് ഈ ഒരു അർത്ഥത്തിൽ തന്നെയാണ് ഈ സിലബസ് നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു ചാപ്റ്റർ നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ പ്രാക്ടിക്കൽ എക്സാമിന് നമുക്ക് 10 C++ പ്രോഗ്രാം പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ സൗകര്യത്തിനും ചേർത്തിട്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം ഇതുകൊണ്ട് തന്നെ ഈ ആദ്യത്തെ കാര്യങ്ങൾ റിവിഷൻ എന്നുള്ള നിലയ്ക്ക് വെറുതെ അല്ല, അതിനൊരു സീരിയസ്നെസ് ഉണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നമ്മൾ റിവൈസ് ചെയ്യുമ്പം എല്ലാ കാര്യങ്ങളും വീണ്ടും സ്റ്റാർട്ട് ടു എൻഡ് വരെ ഫുള്ള് പറയേണ്ട കാര്യമില്ലല്ലോ. അത് ഒരുപാട് സമയമെടുക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ പഠിച്ച ആ കാര്യങ്ങളൊക്കെ ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമുക്കൊന്ന് പറഞ്ഞു തീർക്കേണ്ടതുണ്ട്, മനസ്സിലാക്കുകയും ചെയ്യണം. അപ്പോൾ അതിന് ഏറ്റവും നല്ലൊരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പ്രോഗ്രാം അനലൈസ് ചെയ്യുക. നിങ്ങളോട് കഴിഞ്ഞ വർഷം ഞാൻ ആദ്യം ഒരു പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു. പക്ഷേ നമ്മൾ പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രോഗ്രാം എഴുതിയത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇപ്പം ഒരു പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവാത്ത സ്ഥിതി ഉണ്ടാവില്ല. എന്നിരുന്നാലും ഇതിൻ്റെ കാര്യങ്ങൾ ഞാൻ ഒന്ന് പറഞ്ഞു തരാം. അതോടൊപ്പം തന്നെ ഈ പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് CPPയുടെ ബാലപാഠങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഈ പ്രോഗ്രാം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് 1 2 3 4 5 6 7 8 9 ലൈനുകളുള്ള ഒരു പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ 2 വേരിയബിൾസ് num1 num2 എന്ന് പറയുന്ന 2 വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുത്ത് അതിൻ്റെ സമ്മ് കാണുകയാണ് ചെയ്യുന്നത്. ആ സമ്മ് കണ്ട് ഡിസ്പ്ലേ ചെയ്യുന്ന ഒരു സിമ്പിൾ പ്രോഗ്രാമാണ്. ഈ പ്രോഗ്രാമിൽ നമുക്ക് പല കാര്യങ്ങളും പ്രാക്ടിക്കലി മനസ്സിലാക്കാൻ പറ്റുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. നോക്കാം. ഒന്നാമത്തെ ലൈന് #include IOStream. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു ഇത് കൊടുക്കുന്നത്? IOStream എന്ന് പറഞ്ഞാൽ ഹെഡർ ഫയലാണ്. എന്തിൻ്റെ ഹെഡർ ഫയലായിരുന്നു? പ്രോഗ്രാമിൽ നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ Cout Cin ഒക്കെ ഉപയോഗിക്കും. അതുകൊണ്ട് അതിൻ്റെ കാര്യങ്ങൾ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നതാണ് IOStream. അതിനെ പ്രോഗ്രാമായിട്ട് ലിങ്ക് ചെയ്യുന്നതാണ് #include IOStream. യൂസിങ് നെയിം സ്പേസ് std. ഈ പ്രോഗ്രാമിൽ നമ്മൾ Cout ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, യൂസിങ് നെയിം സ്പേസ് std ഉപയോഗിക്കുന്നത്. മൂന്നാമത്തെ ലൈന് നോക്കുക, ഇൻഡ് മെയിൻ. ഏതൊരു പ്രോഗ്രാമിലും ഒരു ഫങ്ഷൻ നിർബന്ധമാണ്. മെയിൻ ഫങ്ഷൻ എസെൻഷ്യൽ ഫങ്ഷനാണ്. ഈ CPPയിൽ എഴുതുന്ന നമ്മൾ എല്ലാ പ്രോഗ്രാമിലും നിർബന്ധമായിട്ടും ഇങ്ങനെ ഒരു ഫങ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 ലൈൻ സ്ഥിരമായിട്ട് നമ്മൾ എല്ലാ പ്രോഗ്രാമിലും കാണുന്നതാണ്. ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങളാണ് നമുക്ക് നന്നായിട്ട് നോക്കാനുള്ളത്. ഈ പ്രോഗ്രാമിൽ 2 വേരിയബിൾസ് num1 num2, അതിന് വാല്യൂ അസൈൻ ചെയ്തിട്ടുണ്ട് 10 20. പിന്നെ വേറൊരു വേരിയബിൾ s. ഈ എസ്സിൽ നമ്മൾ ഈ പറഞ്ഞ num1 പ്ലസ് num2 ഇത് രണ്ടും ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് എസ്സിൽ അസൈൻ ചെയ്യുന്നുണ്ട്. ആ എസ്സിൻ്റെ വാല്യൂ സം ഈസ് ഈക്വൽ ടു എന്നിട്ട് നമ്മൾ പ്രിൻറ്റ് ചെയ്യുകയാണ്. റിട്ടേൺ 0. ഇതിൻ്റെ ഔട്ട്പുട്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. സം ഈസ് ഈക്വൽ ടു 10 + 20 ദാറ്റ് ഈസ് 30 എന്നുള്ളതായിരിക്കും ഈ പ്രോഗ്രാമിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ശരി. നമുക്കിതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ആണ് കാര്യങ്ങൾ ഞാൻ പറയുന്നത്. നമ്മൾ ഒന്നാമത്തെ കാര്യം, ഏതൊരു പ്രോഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ നാച്ചുറൽ ലാംഗ്വേജ് നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം നമ്മൾ ആൽഫബറ്റ്സ് ആണ് പഠിക്കുക. ഇംഗ്ലീഷിൽ നമ്മൾ ABC എന്ന് പഠിച്ചിട്ടില്ലേ? മലയാളത്തിൽ നമ്മൾ സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചിട്ടില്ലേ? അതുപോലെ
CPP പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ടുള്ള ആൽഫബറ്റ്സ് ഏതാണെന്ന് നമ്മൾ അറിയണം. ഏതൊക്കെയായിരുന്നു? ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചത് നോക്കിയാൽ മതി. ഇംഗ്ലീഷിൽ ആൽഫബറ്റ്സ് മാത്രമാണോ ഉപയോഗിച്ചത്? അല്ലല്ലോ. എന്തൊക്കെയുണ്ട്? ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻക്ലൂഡ് എന്നൊക്കെ ആൽഫബറ്റ്സ് ഉപയോഗിച്ചിട്ട് എഴുതിയതാണ്. ABCD ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പിന്നെ അത് മാത്രമാണോ? സ്പെഷ്യൽ സിമ്പിൾസ് ഹാഷ് ഉപയോഗിക്കുന്നുണ്ട്. ആംഗിൾ ബ്രാക്കറ്റ് ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഉപയോഗിക്കുന്നുണ്ട്. മെയിൻ ഫംഗ്ഷൻ്റെ കൂടെ നമ്മളൊരു ബ്രാക്കറ്റ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താണ്? സെമിക്കോളൻ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ സ്പെഷ്യൽ സിമ്പിൾസ് ഉപയോഗിക്കുന്നുണ്ട്, ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു വേർഡിനെ മറ്റൊരു വേർഡിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്പേസ് ഇടുന്നുണ്ട്. ശരിയല്ലേ? ഇങ്ങനെ നമ്മൾ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ വെറും കേവലമായ ലെറ്റേഴ്സ് മാത്രമല്ല വേറെ പലതും ഉപയോഗിക്കുന്നുണ്ട് എന്നർത്ഥം. അത് ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് ഓർഗനൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഏതൊക്കെയാണ്? ലെറ്റേഴ്സാണ് ആദ്യം. ആൽഫബറ്റ്സ്, ക്യാപിറ്റൽ ലെറ്ററും ഇംഗ്ലീഷിലെ സ്മോൾ ലെറ്ററും, ദാറ്റ് ഈസ് അപ്പർ കേസ് ലെറ്റേഴ്സ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ്. മാത്രമാണോ? അല്ല. സ്പെഷ്യൽ സിമ്പിൾസ് ഉപയോഗിക്കുന്നുണ്ട്. ഹാഷ്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ എന്നുള്ള C++ലുള്ള എല്ലാം പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ വ്യത്യസ്ത സ്പെഷ്യൽ സിമ്പിൾസ് ഉപയോഗിക്കുന്നു. അതോടൊപ്പം നമ്മൾ ഡിജിറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. num1, num2, num1ൻ്റെ വാല്യൂ അസൈൻ ചെയ്യുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ എന്താണ് പ്രോഗ്രാം എഴുതുമ്പോൾ നമ്പേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം CPPയിൽ നമ്മൾ ആൽഫബറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്, ഡിജിറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്, സ്പെഷ്യൽ സിമ്പിൾസ് ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞോ? സ്പേസുകൾ ഉപയോഗിക്കുന്നുണ്ട്. വൈറ്റ് സ്പേസ് ഈ 4 അതോടൊപ്പം തന്നെ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ ഞാനീ പറഞ്ഞതിൽ പുറമെ ASCII റെപ്രസെൻറ്റേഷനുള്ള ഏത് ക്യാരക്ടേഴ്സും CPP പ്രോഗ്രാം എഴുതാൻ നമുക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ C++ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൽഫബറ്റ്സിനെ നമ്മൾ ടെക്നിക്കലി എന്തായിരുന്നു പറഞ്ഞിരുന്നത്? ക്യാരക്ടേഴ്സ് സെറ്റ്. ആൽഫബറ്റ്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള CPP കൺസെപ്റ്റാണ് ക്യാരക്ടേഴ്സ് സെറ്റ്. പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫണ്ടമെൻ്റൽ ക്യാരക്ടേഴ്സ് ആണ്. ഓക്കെ, ദാറ്റ് ഈസ് ക്യാരക്ടേഴ്സ് സെറ്റ്. ഈ പറഞ്ഞതൊക്കെയാണ് ഇംഗ്ലീഷ് ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ്, വൈറ്റ് സ്പേസ്, സ്പെഷ്യൽ സിമ്പിൾസ് ആൻഡ് ഓൾ അതർ ASCII ക്യാരക്ടേഴ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റൈറ്റിംഗ് C++ പ്രോഗ്രാം. ഇനി വരുന്നത് നമ്മൾ ആൽഫബറ്റ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ നമ്മൾ മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ പഠിക്കുമ്പോൾ നമ്മൾ വേർഡ്സ് ആണ് എടുത്ത് പഠിക്കുക. ഇക്വലൻ്റ് കൺസെപ്റ്റ്, വേർഡ്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ഇതിനകത്ത് എന്താണെന്നുള്ളതാണ് നോക്കുക. INT, ഇൻറ്റ്, num1 ഇത് വേറൊരു വേർഡാണ്. ഈക്വൽ ടു, 10 ഇങ്ങനെ നമ്മൾ വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. കൊമ ഇങ്ങനെ വ്യത്യസ്ത വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ വാക്കുകൾ ഓരോന്നോരോന്നായിട്ട് കമ്പോസ് ചെയ്തിട്ടാണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് ആക്ച്വലി ഓരോരോ വേർഡ്സ് ആണ്. അപ്പം C++ പ്രോഗ്രാമിൻ്റെ ബിൽഡിംഗ് ബ്ലോക്ക് അത് ആക്ച്വലി ദറ്റ് ഈസ് വേർഡ്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് CPPയിൽ എന്തായിരുന്നു? ടോക്കൺസ്. പഠിച്ചില്ലേ കഴിഞ്ഞ വർഷം? ടോക്കൺസ് ആർ ദി ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് C++ പ്രോഗ്രാം. ഒരു C++ പ്രോഗ്രാമിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടോക്കൺസ് എന്ന് പറയുന്നത്. വേർഡ്സ് അതല്ലെങ്കിൽ ടെക്നിക്കലി ഇറ്റ്സ് ഓൾസോ നോൺ ആസ് ലെക്സിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞൊരു ടേമും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇതാണ്, വേർഡ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റിന് CPPയിൽ പറയുക ടോക്കൺസ് ആണ്. ടോക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C++ പ്രോഗ്രാമിൻ്റെ ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാര്യം നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് യു ബൈ ടോക്കൺസ്, വാട്ട് ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടോക്കൺസ് അങ്ങനെ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്, എന്നാലും ഒന്നുകൂടെ പറയാം. അതുപോലെ തന്നെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ലൈൻ ഇങ്ങനെ തന്നിട്ട് ഇതിനകത്തുള്ള ഡിഫറെൻറ്റ് ടോക്കൺസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞ് ചോദിക്കാറുണ്ട്. അതല്ലാതെ കുറേ ടോക്കൺസിൻ്റെ ലിസ്റ്റ് തന്നിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ ഓരോ ടോക്കണിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ടോക്കൺസ് അറിഞ്ഞിരിക്കണം. സിമ്പിളാണ്, ഞാൻ പറഞ്ഞു. ടോക്കൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സിന് ഈക്വലൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റാണ്. ദറ്റ് മീൻസ് ഒരു പ്രോഗ്രാമിൽ നമ്മൾ എഴുതുന്ന ഒരു പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് ബേസിക് ബിൽഡിംഗ് ബ്ലോക്കാണ് ടോക്കൺസ്. ദർ ആർ 5 ടോക്കൺസ് ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒന്നാമത്തത് കീവേഡാണ്, രണ്ടാമത്തത് ഐഡൻറ്റിഫയർ ആണ്, മൂന്നാമത്തത് ലിറ്ററൽ ആണ്, നാലാമത്തത് ഓപ്പറേറ്റേഴ്സ് ആണ്, അഞ്ചാമത്തത് പങ്ക്ച്വേറ്റേഴ്സ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. കീവേഡ് നമ്മൾ ഇംഗ്ലീഷിൽ പല വേർഡ്സ് ഉപയോഗിക്കുന്നില്ല. അതുപോലെ തന്നെ C++ലുള്ള വേർഡ്സിനെ നമ്മൾ ഓരോന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു എന്ന് മാത്രം. കീവേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, INT, ഇൻറ്റ്.
ഇതേപോലെയുള്ള ചില വാക്കുകളുണ്ട്. ആ വാക്കിന് അതിൻ്റേതായ ഒരു പർപ്പസ് ഉണ്ട് ഉപയോഗിക്കാൻ. റിട്ടേൺ അതിന് നിർമ്മിക്കുമ്പം തന്നെ, അല്ലെങ്കിൽ CPP പ്രോഗ്രാമിനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അതിനൊരു സ്ഥാപിത ലക്ഷ്യം ഉണ്ടായിരുന്നു ആ വാക്കുകൾ ഉപയോഗിക്കാൻ. അതിനുവേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ്. ഈ INT എന്ന് പറഞ്ഞാൽ ഇൻറ്റിൻ്റെ ഷോർട്ടാണ്. ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യാനുള്ള വേരിയബിളാണ് ഇത് എന്നുള്ളതാണ് നമുക്കറിയാം. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഓരോ ലക്ഷ്യത്തോടെ നമ്മൾ ഉപയോഗിക്കുന്ന ചില വാക്കുകളുണ്ട്. ഇഫ്, എൽസ്, പിന്നെന്തായിരുന്നു സ്വിച്ച്, കേസ്, ബ്രേക്ക്, ഡീഫോൾട്ട്, ഫോർ, വൈല്, ഡു, ഇതൊക്കെ നമ്മൾ ഉപയോഗിച്ച ചില കീവേഡ്സ് ആയിരുന്നു. അതിൻ്റേതായൊരു ഉദ്ദേശമുണ്ട്. ഇഫിൻ്റെ പ്രോഗ്രാം ഉപയോഗിക്കേണ്ട സമയത്ത്, അതായത് ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ട്രൂ ആണോ ഫാൾസ് ആണോ എന്നുള്ള സമയത്ത് നോക്കുമ്പം ഇഫ് ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ എൽസ് ഉപയോഗിക്കുന്നു. ഓർമ്മയില്ലേ കഴിഞ്ഞ വർഷം പഠിച്ചത്? നമുക്ക് പഠിക്കാനുണ്ട്, എന്നാലും ഞാൻ സൂചിപ്പിച്ചെന്ന് മാത്രം. ഇത്തരം വാക്കുകൾ അതിൻ്റേതായ ഒരു പർപ്പസ് ഉണ്ട്. അത്തരം പർപ്പസുള്ള വാക്കുകൾക്കാണ് കീവേഡ്സ് എന്ന് പറയുക. കീവേഡ്സ് ഏതാണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന കീവേഡ്സ് കുറച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻറ്റിജർ വാല്യൂ സ്റ്റോർ ചെയ്യാനാണെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ്, ഫ്രാക്ഷണൽ പാർട്ടുള്ളത് ഫ്ലോട്ടാണ്. പിന്നെ ക്യാരക്ടറിൻ്റെ ക്യാറാണ്. വോയിഡ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഡബിൾ ഉണ്ട്. പിന്നെ സൈൻഡ്, അൺസൈൻഡ്, ലോങ്, ഷോർട്ട്. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇഫ്, എൽസ്, ഫോർ, വൈല്, ഡു, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള സ്പെസിഫിക് പർപ്പസോടെയുള്ള ചില വേർഡ്സ് ഉണ്ട്. ഈ വേർഡ്സിനാണ് കീവേഡ്സ് എന്ന് പറയും. ഇനി ഐഡൻറ്റിഫയർ ആണ്. ഈ പ്രോഗ്രാമിൽ ഞാൻ ഇവിടെ num1, num2 എന്നൊക്കെ പറഞ്ഞിട്ട് വേരിയബിൾസ് ഉപയോഗിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇൻറ്റ് A = 10, B = 20, S = A+B എന്ന് എനിക്ക് എഴുതാം. അങ്ങനെ എഴുതി കഴിഞ്ഞാലും ശരിയാണ്. num1 + num2, num1 എന്ന് ഉപയോഗിച്ചിട്ട് അങ്ങനെ എഴുതിയാലും ശരിയാണ്. അതായത് ഓരോരുത്തർ പ്രോഗ്രാം ചെയ്യുന്ന ആളുടെ പ്രോഗ്രാമറുടെ ഉദ്ദേശത്തിനനുസരിച്ച്, താല്പര്യത്തിനനുസരിച്ചിട്ട് എഴുതുന്ന വേർഡുകളാണിത്. യൂസർ ഡിഫൈൻഡ് വേർഡ് എന്നാണ് പറയുക. എ പ്രോഗ്രാമർ ഡിസൈഡ്സ് വിച്ച് വേർഡ് ഹാവ് ടു ബി യൂസ്ഡ് ഇൻ ദി പ്രോഗ്രാം. അങ്ങനെയുള്ള യൂസർ ഡിഫൈൻഡ് വേർഡ്സിന് പറയുന്ന പേരാണ് ആക്ച്വലി ഐഡൻറ്റിഫയർ. ഒരു പ്രോഗ്രാമിൽ നമുക്ക് വേരിയബിൾസിന് പേര് കൊടുക്കണം, മെമ്മറി ലൊക്കേഷന് പേര് കൊടുക്കേണ്ടതിന് അതിനാണ് വേരിയബിൾ എന്ന് പറയുക. അത്തരം പേരുകൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് അതിന് ഒരു പേര് കൊടുക്കുന്നത്, ദാറ്റ് ഈസ് ഐഡൻറ്റിഫയർ. ഫംഗ്ഷന് നമ്മൾ പേര് കൊടുക്കും. മെയിൻ അല്ലാതെ വേറെയും ഫംഗ്ഷൻ നമുക്ക് പ്രോഗ്രാമിൽ ക്രിയേറ്റ് ചെയ്യാം. അതിന് പേര് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ പേര് കൊടുക്കാം. അത് ഈസ് കോൾഡ് ഐഡൻറ്റിഫയർ. ഫംഗ്ഷൻ നെയിം. സ്റ്റേറ്റ്മെൻറ്റ്സിന് നമുക്ക് ഓരോന്നിനായിട്ട് പേര് കൊടുക്കാം. ലാബൽ എന്ന് പറയും. അങ്ങനെ നമുക്ക് ലാബൽ, ഫംഗ്ഷൻ നെയിം, വേരിയബിൾ നെയിമിനൊക്കെ യൂസറിന് പ്രോഗ്രാമിൽ പേര് കൊടുക്കാൻ പറ്റും. അത്തരം വേർഡ്സിന് നമ്മൾ ടെക്നിക്കലി പറയുന്നതാണ് ഐഡൻറ്റിഫയർ എന്ന്. ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചില റൂൾസ് ഉണ്ടായിരുന്നു, കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഐഡൻറ്റിഫയർ നമ്മൾ num1 എന്നാണ്, num2 എന്നൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതായത് ആൽഫബറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്, ഡിജിറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. _num1, num_1 ഇങ്ങനെയും ഉപയോഗിക്കാം. ഓർമ്മയില്ലേ? സ്പെഷ്യൽ സിമ്പിൾ _ ഉപയോഗിക്കാം. അല്ലാതെ num#1, അല്ലാതെ num<1 എന്ന് പറഞ്ഞിട്ട് ചേർത്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ദാറ്റ് മീൻസ് ചില സിമ്പിൾസ് അല്ല, ഒരു സിമ്പിൾ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അണ്ടർസ്കോർ അറിയില്ലേ? സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ് അത് ഹൈഫൺ ഉണ്ട്, അണ്ടർസ്കോറും ഉണ്ട്. A-B, there is a hyphen. A_B, there is underscore. ഇങ്ങനെയുള്ള സ്പെഷ്യൽ സിമ്പിൾ. ഈ അണ്ടർസ്കോർ നമുക്ക് എവിടെ ഉപയോഗിക്കാം? ഐഡൻറ്റിഫയർ കൺസ്ട്രക്റ്റീവ് ഉപയോഗിക്കാം, ആൽഫബറ്റ്സ് ഉപയോഗിക്കാം, ഡിജിറ്റ് ഉപയോഗിക്കാം. എല്ലാ ക്യാരക്ടർ സെറ്റും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്യുമ്പം. എന്തൊക്കെയാണ്? ആൽഫബറ്റ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർ. പിന്നെ ആദ്യത്തെ ക്യാരക്ടർ എന്തായിരിക്കണം എന്നുള്ളതാണ്. ഡിജിറ്റ് ആവാൻ പാടില്ല. മറ്റു രണ്ടെണ്ണം ഏതൊക്കെയായിരുന്നു? അണ്ടർസ്കോറോ അല്ലെങ്കിൽ ലെറ്ററോ ആവാം. വൈറ്റ് സ്പേസ് ഉണ്ടാവാൻ പാടില്ല. num1 ഇങ്ങനെ എഴുതാൻ പാടില്ല, ചേർത്തിട്ട് വേണം എഴുതാൻ എന്നുള്ളതാണ്. ഓക്കെ, വൈറ്റ് സ്പേസ് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെന്താണ്? സ്പെഷ്യൽ സിമ്പിൾസ് മറ്റുള്ളതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇങ്ങനെ കുറച്ച് റൂൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. പിന്നെ അതേപോലെ തന്നെ കേസ് സെൻസിറ്റീവ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്കൊരു വേരിയബിളിന് നിങ്ങൾ A എന്ന് കൊടുത്ത് വേറൊരു വേരിയബിളിന് ക്യാപിറ്റൽ ലെറ്റർ A, രണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് CPP ട്രീറ്റ് ചെയ്യുക. കേസ് സെൻസിറ്റീവ് ആണ് എന്നുള്ള ഐഡൻറ്റിഫയർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇതൊക്കെയാണ് ഐഡൻറ്റിഫയർ കൺസ്ട്രക്ട് ചെയ്യുമ്പോഴുള്ള റൂൾസ്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ഐഡൻറ്റിഫയർ. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഐഡൻറ്റിഫയർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ num1, num2, S. ഓൾസോ Cout, ഇറ്റ്സ് ഓൾസോ എൻ ഐഡൻറ്റിഫയർ. ഔട്ട്പുട്ട് സ്ക്രീന്, അതായത് മോണിറ്ററിനെ
എന്താണ് സ്റ്റാൻഡേർഡ് ഡിവൈസായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഒരു ഐഡൻറ്റിഫയറാണ്, ഒരു സ്ട്രീം ഒബ്ജക്റ്റാണ് സി ഔട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്ന ഐഡൻറ്റിഫയേഴ്സ് ഏതൊക്കെയാണ്? num1, num2, s ആൻഡ് cout. 4 ഐഡൻറ്റിഫയർ യൂസ്ഡ് ഇൻ ദിസ് പ്രോഗ്രാം. ഓക്കെ, നെക്സ്റ്റ് ലിറ്ററൽസ്. ലിറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വേർഡ് എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് എന്നുള്ളതാണ്. വാല്യൂ ചേഞ്ച് ചെയ്യാത്ത എന്നുള്ള അർത്ഥത്തിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ num1 = 10, num2 = 20. 10ഉം 20 ഇവിടെ കോൺസ്റ്റൻറ്റ് വാല്യൂസാണ്. ഇങ്ങനെയുള്ള കോൺസ്റ്റൻറ്റ് വാല്യൂസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ലിറ്ററൽസ് എന്ന് പറയുന്നത്. C++ പ്രോഗ്രാമിൽ എഴുതുമ്പോൾ നമ്മൾ ലിറ്ററൽസ് പലതും ഉപയോഗിക്കാറുണ്ട്. നമ്മൾ 10, 20 എന്ന് പറയുന്ന എന്താണ്? ഇൻറ്റിജർ വാല്യൂസ്. ഇൻറ്റിജർ മീൻസ് ഫ്രാക്ഷണൽ പാർട്ട് ഇല്ലാത്ത വാല്യൂസ് മാത്രമല്ല. 3.14 നമ്മൾ ഉപയോഗിക്കാറില്ല, പൈയുടെ വാല്യൂ 9.8 അങ്ങനെ ഫ്രാക്ഷണൽ പാർട്ടുള്ളത്, അത് വേറെ ലിറ്ററലാണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ എന്ന് പറയും. ഇൻറ്റിജർ ലിറ്ററലാണ് ഇത് 10, 20 എന്നൊക്കെ പറയും. സിംഗിൾ ക്യാരക്ടർ എ അങ്ങനെ ഉപയോഗിക്കുന്നതാണ് എന്ത്? ക്യാരക്ടർ ലിറ്ററൽസ്. ഒന്നിൽ കൂടുതൽ ക്യാരക്ടേഴ്സിന് വരുന്നപ്പോൾ ഹലോ എന്ന് എഴുതുമ്പോൾ ഈ പ്രോഗ്രാമിൽ നമ്മൾ സം ഈസ് ഈക്വൽ ടു, ഇറ്റ്സ് എ കോൺസ്റ്റൻറ്റ് ലിറ്ററലാണിത്. സം SUM സ്പേസ് ഈക്വൽ ടു സ്പേസ്. ഈ സംഭവത്തിന് നമ്മൾ സ്ട്രിംഗ് ലിറ്ററൽ എന്നുള്ളതാണ് പറയാം. ഇത് എപ്പോഴും പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ സം ഈസ് ഈക്വൽ ടു മെൻ്റ് എപ്പോഴും അതങ്ങനെ തന്നെ ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെയുള്ള ലിറ്ററൽസ് ഉണ്ട് പ്രോഗ്രാമിൽ. ദാറ്റ്സ് കോൾഡ് സ്ട്രിംഗ് ലിറ്ററൽ. അപ്പോൾ 4 ടൈപ്പ് ലിറ്ററൽസ് ഉണ്ട്. ഇൻറ്റിജർ ലിറ്ററൽസ് ഉണ്ട്, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ ഉണ്ട്, ക്യാരക്ടർ ലിറ്ററൽ ഉണ്ട്, പിന്നെ എന്തായിരുന്നു? സ്ട്രിംഗ് ലിറ്ററൽസ്. ഓക്കെ, ദാറ്റ്സ് അബൌട്ട് ലിറ്ററൽസ്. പിന്നെ അറിയേണ്ടത് ഓപ്പറേറ്റേഴ്സ് ആൻഡ് പങ്ക്ച്വേറ്റേഴ്സ്. ഓപ്പറേറ്റേഴ്സും പങ്ക്ച്വേറ്റേഴ്സും രണ്ടും സ്പെഷ്യൽ സിമ്പിൾസ് ആണ്. ക്യാരക്ടർ സെറ്റിൽ പറഞ്ഞ സ്പെഷ്യൽ സിമ്പിൾസ്. ദാറ്റ് മീൻസ് ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, പ്ലസ്, മൈനസ് ഇങ്ങനെയുള്ള സ്പെഷ്യൽ സിമ്പിൾസിനെയാണ് നമ്മൾ പൊതുവേ ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുക. ഈ സ്പെഷ്യൽ സിമ്പിൾസിന് ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട് CPP-യിൽ. അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ പേര്. അത് ഓപ്പറേറ്റേഴ്സ് ആണോ പങ്ക്ച്വേറ്റർ ആണെന്ന് പറയുന്നത്. ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ പെർഫോം എൻ ഓപ്പറേഷൻ എന്നുള്ളതാണ്. നമുക്കറിയാം num1 + num2 പ്ലസ് എന്ന് പറഞ്ഞാൽ അരിത്മെറ്റിക് അഡീഷൻ. num1ൻ്റെ വാല്യൂ num2ൻ്റെ വാല്യൂ ആഡ് ചെയ്യുക, ദാറ്റ് ഇസ് എൻ ഓപ്പറേഷൻ. ഇവിടെ 10ഉം 20ഉം ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ പറ്റുന്ന സിമ്പിൾസിനെ പറയുന്ന പേരാണ് ഓപ്പറേറ്റേഴ്സ്. പങ്ക്ച്വേറ്റർ മീൻസ് അതിനൊരു എന്താ പറയുക സിൻടാക്സ് മീനിങ് ഉണ്ട്. ദാറ്റ് മീൻസ് ഇതൊരു ലൈനാണ്, ഈ ലൈൻ കംപ്ലീറ്റ് ആയി എന്നുള്ളത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സെമിക്കോളം കൊടുത്തിരിക്കുന്നത്. അടുത്ത ലൈന് കംപ്ലീറ്റ് ആയി എന്നുള്ളത് num2 കഴിഞ്ഞിട്ട് ഒരു സെമിക്കോളം, സെക്കൻഡ് ലൈനാണെന്നുള്ളത്. ഓരോ ലൈന് എൻഡ് ചെയ്യുന്നുള്ളത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് സെമിക്കോളം കൊടുക്കുന്നത് CPP-യിൽ. നമുക്കറിയാം. അതേപോലെ മെയിൻ എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഈ ഒരു ബ്രാക്കറ്റ് എടുത്തുകൊണ്ടാണ്. മെയിൻ ഈസ് എ ഫംഗ്ഷൻ. ഹെഡർ ഫയൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്താണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെയുള്ള കുറച്ച് സിമ്പിൾസ് ഉണ്ട്. ഹാഷ് ഇൻക്ലൂഡ്, ഇവിടെ ഹാഷ് ഉപയോഗിക്കുന്നതാണ്. ഓക്കെ, പ്രീ പ്രോസസ്ഡ് ഡയറക്റ്റീവായിട്ട് ഈ പ്രോഗ്രാമിലെ IO സ്ട്രീമിനെ ഈ പ്രോഗ്രാമിനെ IO സ്ട്രീം ഹെഡർ ഫയലുമായിട്ട് ലിങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രീ പ്രോസസ്ഡ് ഡയറക്റ്റീവ്. അപ്പോൾ ഇതേപോലെയുള്ള സ്പെഷ്യൽ സിമ്പിൾസ് ഉണ്ട്. എന്താ പറയുക സിൻടാക്സ് മീനിങ് ഉള്ള അത്തരം സിമ്പിൾസിന് പറയുന്ന പേരാണ് എന്ത്? പങ്ക്ച്വേറ്റർ എന്ന് പറയുന്നത്. ഓപ്പറേറ്റർ ആകുമ്പോൾ ഇറ്റ് ക്യാൻ പെർഫോം എൻ ഓപ്പറേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു വന്ന കാര്യങ്ങൾ എന്താണ്? C++ പ്രോഗ്രാം എഴുതാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൽഫബറ്റ്സ് ഏതൊക്കെയാണ്? ദാറ്റ് ഈസ് ക്യാരക്ടർ സെറ്റ്. ഈ ക്യാരക്ടർ സെറ്റ് കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ വേർഡ്സ് ഉണ്ടാക്കും. ദാറ്റ് ഈസ് ടോക്കൺസ്. ഏതൊക്കെയായിരുന്നു? 5 ടോക്കൺസ് ആണ് ഞാൻ പറഞ്ഞു തന്നത്. കീവേഡ്, ഐഡൻറ്റിഫയർ, ലിറ്ററൽ, ഓപ്പറേറ്റേഴ്സ് ആൻഡ് പങ്ക്ച്വേറ്റേഴ്സ്. ഈ പ്രോഗ്രാമിൽ നമുക്ക് ഏതൊക്കെയാണ് ഓരോന്നുള്ളത് നോക്കാം. അത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഈ പ്രോഗ്രാമിൽ കീവേഡ് നമ്മൾ ഉപയോഗിച്ചത് ഇൻറ്റ് ആണ്, ഇൻറ്റ് ഡാറ്റ ടൈപ്പിനെ സ്പെസിഫൈ ചെയ്യാൻ. പിന്നെ നമ്മൾ ഉപയോഗിച്ച വേറൊരു കീവേഡ് റിട്ടേൺ ആണ്. അതേപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിച്ച ഐഡൻറ്റിഫയർ പറഞ്ഞതാണ് num1, num2 ആൻഡ് cout. ഓൾസോ 4 ഐഡൻറ്റിഫയേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിച്ച ലിറ്ററൽസ് കോൺസ്റ്റൻറ്റ് വാല്യൂസ് 10, 20 ആൻഡ് സം ഈസ് ഈക്വൽ ടു. ഈ 3 ലിറ്ററൽസാണ് നമ്മൾ ഉപയോഗിച്ചത്. പിന്നെ നമ്മൾ ഉപയോഗിച്ചത് ഓപ്പറേറ്റേഴ്സ്. ഈ പ്രോഗ്രാമിൽ നമ്മൾ പ്ലസ് ആണ് ഉപയോഗിച്ചത്. അതോടൊപ്പം തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഔട്ട്പുട്ടാണ് ഇവിടെ ഉപയോഗിച്ചത്. ഔട്ട്, ഇൻസേർഷൻ ഓപ്പറേറ്റർ ആൻഡ് ഔട്ട്പുട്ട് ഓപ്പറേറ്റേഴ്സിനെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനുണ്ട്. ഞാൻ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരുന്നതായിരിക്കും. ഓൾസോ പങ്ക്ച്വേറ്റേഴ്സ്. ഈ പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിച്ച പങ്ക്ച്വേറ്റേഴ്സ് ഹാഷ്, ആംഗിൾ ബ്രാക്കറ്റ്, സെമി കോളൺ, പിന്നെന്താ
ഫംഗ്ഷൻ്റെ മെയിൻ ബ്രാക്കറ്റ്, പിന്നെ ഈ ബ്രാക്കറ്റ് സെറ്റ് ബ്രാക്കറ്റ്, കള്ളി ബ്രാക്കറ്റ് എന്ന് പറയും. ഓൾസോ നമ്മൾ ഉപയോഗിച്ച വേറെ പങ്ക്ച്വേറ്റേഴ്സ്. ദിസ് ഈസ് ഓൾ. ഈ എന്താണ് പിന്നെ സിമ്പിൾസ് ആണ് നമ്മൾ പങ്ക്ച്വേറ്റർ ആയിട്ട് എന്താണ് സിൻടാക്സ് മീനിങ്ങോടെയുള്ള സിമ്പിൾസ്. ഇതൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ഓപ്പറേറ്റേഴ്സ് ഡീറ്റെയിൽ ആയിട്ട്, പിന്നെന്താണ് ഡാറ്റ ടൈപ്സ്, പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഡാറ്റ ടൈപ്പ് മോഡിഫയേഴ്സ്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ്സ്, കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് മനസ്സിലാക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബ്രീഫ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. താങ്ക് യു.